വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പൊതുവെ ജർമ്മനിയിൽ പോയി മാസ്റ്റേഴ്സ് പഠിക്കുന്നതിന് ഇന്ന് വളരെയധികം താല്പര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ജർമ്മനിയിലെ മാസ്റ്റേഴ്സ് പഠനത്തിനുള്ള പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി വേണ്ടത് ജർമ്മനിയിൽ നമുക്ക് വേണ്ടുന്ന കോഴ്സ്, യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇതിനായി നമ്മുടെ മെറിറ്റാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ഒന്നാമതായി നമ്മൾ പരിഗണിക്കേണ്ട വിഷയം ഡിഗ്രിയുടെ നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് അല്ലെങ്കിൽ CGPA. രണ്ടാമതായി നമുക്ക് ബാക്ക് പേപ്പർ ഉണ്ടോ അല്ലെങ്കിൽ ഇയർ ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ള വിഷയം. നമ്മൾ പഠിച്ചിട്ടുള്ള സ്ട്രീം ഓഫ് സ്റ്റഡി അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് സബ്ജക്റ്റ് ഏതാണെന്നുള്ളത്, നമ്മുടെ താല്പര്യം, അഭിരുചി, ഏത് പ്രോഗ്രാമാണ് നമുക്ക് പഠിക്കാൻ താല്പര്യമുള്ളത്, എന്തിനാണ് ചേരാൻ നമുക്ക് താല്പര്യമുള്ളത്, ഇതെല്ലാം പരിഗണിച്ച് ആണ് നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത്. ഇത്തരത്തിൽ നമ്മളുടെ മെറിറ്റിൻ്റെ റിയാലിറ്റിയും നമ്മൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന കോഴ്സിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ നിലവാരവും അതിൽ അഡ്മിഷൻ കിട്ടാൻ ആവശ്യമായിട്ടുള്ള മിനിമം മാർക്കുമെല്ലാം താരതമ്യം ചെയ്തുകൊണ്ട് വേണം നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി. ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ എഡ്യൂക്കേഷൻ ഫ്രീ ആയതുകൊണ്ട് നമുക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ മാർക്കിനോടും മെറിറ്റിനോടും മത്സരിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള മത്സരത്തിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള കോഴ്സുകളും യൂണിവേഴ്സിറ്റികളുമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. പലപ്പോഴും നമുക്ക് 65%, 70% മാർക്കിലധികം ഉള്ള വിദ്യാർത്ഥികൾക്കാണ് പൊതുവെ ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ എഡ്യൂക്കേഷനുള്ള സാധ്യത ഉള്ളത്. ഇപ്രകാരം നമ്മുടെ മെറിറ്റ് പരിഗണിച്ച് നമുക്ക് ഏതെല്ലാം കോഴ്സിൽ ഏതെല്ലാം യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുമെന്ന് പരിശോധിച്ച് ഒന്നിലധികം യൂണിവേഴ്സിറ്റികളെയും കോഴ്സുകളെയും നമ്മൾ റാങ്ക് ചെയ്തുകൊണ്ട് ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏതെങ്കിലും ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്നത്. ഒരു പർട്ടിക്കുലർ കോഴ്സോ യൂണിവേഴ്സിറ്റിയോ ഒരിക്കലും നമ്മൾ സ്റ്റിക്ക് ചെയ്ത് അത് കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ പരിശ്രമിക്കരുത്. ഏറ്റവും ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക്, ഏറ്റവും ഉയർന്ന മെറിറ്റുള്ള ആളുകൾക്ക് മാത്രമാണ് അത്തരത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയോ ഒരു കോഴ്സോ മാത്രം പരിശോധിച്ചും പരിഗണിച്ചും മുന്നോട്ട് പോകുമ്പോൾ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഠിച്ച സബ്ജക്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് സ്ട്രീമിലുള്ള ഏത് കോഴ്സും ജർമ്മനിയിൽ തിരഞ്ഞെടുക്കുന്നതിന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പഠിക്കുന്നതിനും അത്തരം കാര്യങ്ങളിൽ യാതൊരു വിധത്തിലുള്ള പ്രയാസം അനുഭവപ്പെടാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ ഒന്നാമതായി നമ്മുടെ കോഴ്സ് നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ആപ്ലിക്കേഷൻ പ്രോസസ്സാണ്. അത് യൂണിവേഴ്സിറ്റിയിൽ നേരിട്ടോ അല്ലെങ്കിൽ യൂണി അസിസ്റ്റ് മുഖാന്തരമോ നമുക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സ് നടത്താവുന്നതാണ്. ആപ്ലിക്കേഷൻ പ്രോസസ്സിന് എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ ചുമതലപ്പെടുത്തുന്നതാണ് അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. ചില യൂണിവേഴ്സിറ്റികളിൽ ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കുന്നതല്ല, എന്നാൽ പല യൂണിവേഴ്സിറ്റികളിലും ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് താനും. ഇത്തരത്തിൽ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്ത് നമ്മൾ അഡ്മിഷൻ ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. എപ്പോഴും ആപ്ലിക്കേഷൻ നൽകുന്നതിന് മുമ്പ് നമ്മൾ യൂണിവേഴ്സിറ്റികളുടെ ഡെഡ് ലൈൻ ഡേറ്റുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. പല യൂണിവേഴ്സിറ്റികൾക്കും പല ഡേറ്റുകളാണ് ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത്. ഒരു കോമൺ ആയിട്ടുള്ള ഡേറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയിലും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ആ യൂണിവേഴ്സിറ്റിയുടെ ഡെഡ് ലൈനിന് മുമ്പെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്രകാരം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് അഡ്മിഷൻ ലെറ്റർ അല്ലെങ്കിൽ ഓഫർ ലെറ്റർ ലഭ്യമാവുന്നതാണ്. ഓഫർ ലെറ്റർ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ, രണ്ട് കണ്ടീഷണൽ ഓഫർ ലെറ്റർ. കണ്ടീഷണൽ ഓഫർ ലെറ്ററിനുള്ളിൽ നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് അതിൽ എഴുതിയിട്ടുണ്ടാവും. അൺകണ്ടീഷണൽ ഓഫർ ലെറ്ററിനുള്ളിൽ നമ്മൾ എല്ലാ കണ്ടീഷനും ഫുൾഫിൽ ചെയ്തതിന് ശേഷമാണ് അത്തരം ഓഫർ ലെറ്ററുകൾ നമുക്ക് ലഭ്യമാവുന്നത്. അതിനുശേഷം നമുക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് വിസ പ്രോസസ്സിലേക്ക് പോവേണ്ടതുണ്ട്. വിസ പ്രോസസ്സിലേക്ക് പോകുന്നതിന് നമുക്ക് APS സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ജർമ്മനിയുടെ ഇന്ത്യയിലെ എംബസിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇവാലുവേഷൻ സെൻറ്ററിൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഇവാലുവേറ്റ് ചെയ്ത് APS സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് വിസ പ്രോസസ്സിന് പോകുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. വിസ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് APS സർട്ടിഫിക്കറ്റ് ലഭ്യമാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജർമ്മനിയിലെ ബാങ്കിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 11,208 യൂറോയാണ് നിലവിൽ ജർമ്മനിയിൽ പഠിക്കാൻ പോകുന്നതിന് ആവശ്യമായിട്ടുള്ള ബ്ലോക്ക്ഡ് അക്കൗണ്ട്. അത് ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ ഏകദേശം 10,15 ലക്ഷം രൂപയോളം വരുന്നതാണ്. ഈ പണം നമ്മൾ ജർമ്മനിയിലെ ബാങ്കിലേക്ക് ഒരു വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതുണ്ട്.
മാസമായി 12 മാസം കൊണ്ടേ ഈ തുക നമുക്ക് പിൻവലിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഒരു വിദ്യാർത്ഥി ജർമ്മനിയിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ 12 മാസ കാലയളവിലേക്കുള്ള അവരുടെ ജീവിത ഉപാധിക്ക് വേണ്ടിയിട്ടുള്ള തുക എന്ന നിലയ്ക്കാണ് ബ്ലോക്ക്ഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. പലപ്പോഴും ഈ സംഖ്യ നമുക്ക് ചിലവാക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരാറില്ല. വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം ജോലിയും മറ്റും ലഭ്യമാവുന്നത് കൊണ്ട് അവർക്ക് സ്വന്തം നിലയിലുള്ള വരുമാനം കൊണ്ട് അവിടെ ജീവിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്രകാരം വിസ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള വിസ ഇൻ്റർവ്യൂവിന് ആവശ്യമായിട്ടുള്ള രേഖകളെല്ലാം തയ്യാറാക്കിയതിന് ശേഷം മിക്കവാറും ജർമ്മനിയിൽ മാസ്റ്റേഴ്സിന് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ വിസ റിജക്ഷൻ കൂടാതെ തന്നെ വിസ ലഭ്യമാവുന്നതാണ്. വിസ ഇൻ്റർവ്യൂവിൽ വിസ ലഭിച്ചതിന് ശേഷം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ജർമ്മനിയിലെ അക്കമഡേഷനാണ്. പലപ്പോഴും ജർമ്മനിയിൽ അക്കമഡേഷന് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. നമുക്ക് വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലും മറ്റും ലഭ്യമാവുന്നതിന് കാലതാമസം നേരിടാറുണ്ട്. അതുകൊണ്ട് ജർമ്മനിയിലുള്ള അക്കമഡേഷൻ തയ്യാറായതിന് ശേഷം മാത്രം, ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ വിദ്യാർത്ഥി ജർമ്മനിയിലേക്ക് പോകുവാൻ വേണ്ടി പാടുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ തുക കൊടുത്ത് ഹോട്ടലുകളിലും മറ്റും താമസിക്കേണ്ടി വരികയും അതിന് ഒരുപാട് പണച്ചെലവ് ഉണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. EduFlair, education driven by passion.